പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. വേണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഇതിങ്ങനെ തുടർന്ന് പോകുന്ന കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല എന്നൊരു ഘട്ടം എത്തിക്കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. പൂർണ്ണ മനസ്സുകൊണ്ടല്ല, പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിലെത്തി എന്നുള്ളതുകൊണ്ട് മാത്രം തുറന്ന് പറയുക. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ KT ജലീൽ MLA PK ഫിറോസ് എന്ന് പറഞ്ഞ യൂത്ത് ലീഗിൻ്റെ നേതാവും തമ്മിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഴുപ്പലക്കൽ മേളയെക്കുറിച്ചാണ്. ഈ PK ഫിറോസ് ഉത്സാഹശാലിയായ ഒരു യുവ നേതാവാണ്. യൂത്ത് ലീഗിൻ്റെ അനിഷേധ്യ നേതാവാണ്. നേരത്തെ MSFൻ്റെ നേതാവായിരുന്നു. KT ജലീൽ MSFൻ്റെ നേതാവായിരുന്നില്ല, അദ്ദേഹം സിമിയുടെ നേതാവായിരുന്നു. പിന്നീട് അദ്ദേഹം യൂത്ത് ലീഗിൽ കുടിയേറിയ ആളാണ്. അന്ന് കൊരമ്പയിൽ അഹമ്മദ് ഹാജി ഉള്ളതുകൊണ്ട്, അഹമ്മദ് ഹാജി ഒരു സൗന്ദര്യ ആരാധകനായതുകൊണ്ട് ജലീലിനെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. ആ തസ്തികയിൽ പുള്ളി കുറച്ചാൾ ഇരുന്നു. കൊരമ്പയിൽ അഹമ്മദ് ഹാജി മരിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഉന്തിത്തള്ളി അഖിലേന്ത്യക്ക് വിട്ടു. യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യയാണെന്ന് ആലോചിക്കും. അഖിലേന്ത്യയിൽ ഇരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുള്ളി കുഞ്ഞാപ്പയുമായിട്ട് തെറ്റി പിണങ്ങി മൂക്ക് ചീറ്റി ഒരു മാർക്സിസ്റ്റ് മച്ചമ്പിയായിട്ട് മാറി. ബാക്കിയുള്ള കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. പുള്ളി കുറ്റിപ്പുറത്ത് മത്സരിച്ചു, കുഞ്ഞാപ്പയെ മലത്തി അടിച്ചു. പിന്നീട് അദ്ദേഹം തവന്നൂരിൽ നിന്ന് 3 തവണ ജയിച്ചു. അങ്ങനെ ഇപ്പോൾ MLA ആയിട്ട് തുടരുകയാണ്. 4ാം തവണ MLA ആയിട്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ ഈ യൂത്ത് ലീഗുകാർ ഇദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കും. പുള്ളിയുടെ ബന്ധു നിയമനം ഒരു വിഷയമാക്കുകയും ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും പിന്നീട് നമ്മുടെ ലോകായുക്തയിൽ പരാതി കൊടുക്കും. ലോകായുക്ത ഇദ്ദേഹത്തെ അൺസീറ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ആവശ്യം പോലും വന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളി മന്ത്രിസ്ഥാനത്ത് ഔട്ടായി. അന്ന് മുതൽക്ക് ജലീലിൻ്റെ മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു, അത് സമചിത്തത നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കി. പുള്ളി അന്ന് മുതൽക്ക് ഇങ്ങനെ പിച്ചും പേയും പറയുന്ന രീതിയിൽ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ അവസാനത്തെ ഒരു അധ്യായം എന്ന രീതിയിലാണ് എന്നെനിക്ക് തോന്നുന്നു. PK ഫിറോസിനെതിരെ ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുകയാണ്. PK ഫിറോസ് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല, ഒരു ഹോൾഡർ ഓഫ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിരുന്നില്ല. അത് ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമാണ്, യൂത്ത് ലീഗിൻ്റെ നേതാവ് മാത്രമാണ്. അത് MLA ആയിട്ടില്ല, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ മുനിസിപ്പൽ ചെയർമാനോ ആയിട്ടില്ല, മന്ത്രിയോ ആയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിനെക്കുറിച്ചോ വരുമാനത്തെക്കുറിച്ചോ നമ്മൾ സാധാരണഗതിയിൽ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ജലീൽ സാഹിബ് രേഖകൾ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇദ്ദേഹത്തിന് കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴി ഫാമുണ്ട്, അല്ലെങ്കിൽ കോഴി വറുത്ത് വിൽക്കുന്ന ബിസിനസ്സുണ്ട്. ആ ബിസിനസ് ഉടമസ്ഥൻ വേറെ ആളാണ്, പക്ഷേ അതിൻ്റെ മുതലിറക്കിയിട്ടുള്ളത് ഫിറോസാണ് എന്നാണ്. അതുപോലെ തന്നെ ഫിറോസിന് ദുബായിൽ എടുത്ത പൊങ്ങാത്ത എന്തോ വലിയ ഉദ്യോഗമുണ്ട്. അവിടുന്ന് പുള്ളിക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മാസം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഈ കമ്പനി എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? അതിന് എവിടെയൊക്കെ ശാഖകളുണ്ട്? അതിൽ വേറെ ജോലിക്കാർ എത്ര പേരുണ്ട്? ഇതൊക്കെയാണ് ജലീലിന് അറിയേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ കിട്ടില്ല എന്ന് തോന്നുകൊണ്ടായിരിക്കും പുള്ളി പത്രസമ്മേളനം നടത്തി ദൈനംദിന അടിസ്ഥാനത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ വെച്ചാൽ നമ്മുടെ PV അൻവർ നേരത്തെ പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഏതാണ്ട് അതേ രീതിയിൽ അൻവറും ജലീലും ഒക്കെ ഏതാണ്ട് ഒരു നുകത്തുമ്പോൾ പൂട്ടാവുന്ന ആളുകളാണ്. എന്തോ ആട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും, രാഷ്ട്രീയമല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഴുപ്പലക്കും, ഉള്ളതും ഇല്ലാത്തതുമായ ആരോപണങ്ങൾ ഉന്നയിക്കും. ഇത്ര ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം PK ഫിറോസ് ഒരു പരിശുദ്ധനാണെന്നുള്ളതല്ല. ഈ ജലീൽ ഇങ്ങനെ നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഇതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് വലിയ വിഷമമായിട്ട് തോന്നുന്നത്. ആരോപണം ഉന്നയിച്ചതിനെ പറ്റി ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരോപണത്തിൻ്റെ മെറിറ്റിനെ പറ്റിയും പറയുന്നില്ല. ചിലപ്പോൾ ഉള്ളതായിരിക്കും, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ കുറച്ചുള്ളതായിരിക്കും, ചിലപ്പോൾ കൂടുതൽ ഇല്ലാത്തതായിരിക്കും. അതൊക്കെ വേറെ വിഷയമാണ്. ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, KT ജലീലിനെ പോലെ സീനിയറായിട്ടുള്ള ഒരാൾ, കേരള സംസ്ഥാനത്ത് 4 തവണ MLA ആയ, കുഞ്ഞാലിക്കുട്ടിയെ മലത്തി അടിച്ച, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ എന്നെ ഉപേക്ഷിച്ച, സംസ്ഥാനത്ത് 5 കൊല്ലം മന്ത്രിയായിരുന്ന, നാട്ടിൽ പൊതുവെ സൽപ്പേരിന് ഉടമയായിട്ടുള്ളൊരു മനുഷ്യൻ ഈ PK ഫിറോസിനെ പോലെ ഒരു ചെറിയ ചിഹ്ന ലീഡർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് എന്തൊരു ചളിപ്പാണ്, എന്തൊരു അപമാനമാണ്. ജലീലിന് ആരോപണം ഉന്നയിക്കാം, PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കാം. പോട്ടെ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ഉന്നയിക്കാം, ഒരാരോപണം ഇല്ലെങ്കിൽ ആ PK ബഷീറിനെതിരായിട്ട് ഉന്നയിക്കാം. അല്ലാണ്ട് PK ഫിറോസിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കാൻ വെച്ചാൽ ഇത് പുള്ളി സ്വയം വില കുറയ്ക്കുന്ന ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ആരോപണം ഉന്നയിക്കാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീനിയർ നേതാവിനെതിരെ ഉന്നയിക്കുക. കാരണം ഇദ്ദേഹത്തെ പോലെ ആൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം വേണ്ടേ. പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ കിട്ടിയെങ്കിൽ SFIയിലോ DYFIയിലോ ഏതെങ്കിലും ഒരു ഡിങ്കിരി വാലിനെ ഏൽപ്പിക്കുക, അവനെ കൊണ്ട് ഉന്നയിപ്പിക്കുക. അങ്ങനെയൊക്കെയല്ലേ മനുഷ്യരൊക്കെ ചെയ്യുന്നത്.
ഇദ്ദേഹത്തെ പോലെ സീനിയറായിട്ടുള്ള ഒരാൾ ഇത്രയും ജൂനിയറായിട്ടുള്ളൊരു പയ്യനെതിരായിട്ട് ആരോടും ചോദിച്ചു, എന്തൊരു അപമാനമാണ്. അതാലോചിച്ചു. രണ്ടാമത്തത് അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ളത്, ഇദ്ദേഹം ഫിറോസിനെതിരെ ആരോടും ഉന്നയിക്കുക മാത്രമല്ല ചെയ്യുന്നത്. പുള്ളി ഒരു പരിശുദ്ധനാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പുള്ളി ഒരു പരിശുദ്ധനാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ലോകായുക്തയുടെ ഉത്തരവ് തെറ്റാണ്. ലോകായുക്ത ആയിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫിനെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും ചേർന്ന് സ്വാധീനിച്ചതാണ് എന്നൊക്കെയാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പരിശുദ്ധനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഈ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ എടുത്ത് പൊക്കി കാണിച്ചു. ഈ ഗ്രന്ഥം പിടിച്ച് ഞാൻ സത്യം ചെയ്തു, എൻ്റെ കൈകൾ പരിശുദ്ധമാണ്, ഞാൻ ഒരു പൈസയും ഒരു സ്ഥലത്തും മോഷ്ടിച്ചിട്ടില്ല, എന്ന് മാത്രമല്ല മകളുടെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ ഭാര്യയുടെ അടുത്ത് കടം മേടിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അതും കൂടാതെ പുള്ളി ഈ ഖുർആൻ വച്ചിട്ട് പി കെ ഫിറോസിന് ധൈര്യമുണ്ടോ ഈ ഖുർആൻ തൊട്ട് സത്യം ചെയ്യാൻ? പി കെ ഫിറോസ് സത്യം ചെയ്യുമോ, ഖുർആൻ പിടിച്ച് സത്യം ചെയ്യുമോ എന്നെനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്യരുത്. കാരണം ഈ ഖുർആനും ബൈബിളും ഭഗവത്ഗീതയൊക്കെ ഈ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടത്തിലേക്ക് വലിച്ചഴിക്കേണ്ട ഒരു കാര്യമല്ല. കെ ടി ജലീൽ ആണത്തമായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചു. പി കെ ഫിറോസ് അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നില്ല, അതിന് മറുപടി കൊടുക്കണം. അല്ലാണ്ട് ഖുർആനും ബൈബിളും ഉപയോഗിച്ചിട്ടല്ല ആൾക്കാർ സത്യം ചെയ്യണം. പണ്ട് കോടതിയിൽ അങ്ങനെ ഉണ്ട്, ഇപ്പോൾ അവിടെ പോലും ഇല്ല. കാരണം കോടതി ജഡ്ജിമാർക്കും അറിയാം ഈ വേദഗ്രന്ഥം പിടിച്ചിട്ട് ആളുകൾ പച്ച കള്ളമായിരിക്കും പറയുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ഭാഗം ജലീൽ സാഹിബ് പിൻവലിക്കണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. കാരണം ഖുർആനെ ഇതിനകത്തേക്ക് വലിച്ചയക്കേണ്ട, അത് അങ്ങനെ ഇരുന്നോട്ടെ. മനുഷ്യർ വിശുദ്ധമായിട്ട് കരുതുന്ന ഒരു പുസ്തകമാണ് അത്. ഖുർആൻ ദൈവവചനമാണ് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ഒരു പുസ്തകം ഇവർ തമ്മിലുള്ള ഈ ഈശാപോശയിലേക്ക് വലിച്ചയക്കേണ്ട ഒരു കാര്യവുമില്ല. ജലീൽ സത്യസന്ധനാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, നമുക്കറിയാം അദ്ദേഹം സത്യസന്ധനാണെന്നുള്ളത്. അതിന് പിന്നെ ഖുർആൻ്റെ ആവശ്യമില്ല. ഇനി പി കെ ഫിറോസ് പറയുന്നതും സത്യമാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ്. അദ്ദേഹവും ഈ ഖുർആൻ എടുത്ത് പൊക്കി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നടപടിയിൽ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഖുർആനല്ല ഭഗവത്ഗീതയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ തിരിച്ച് ജലീൽ സാഹിബിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ട് ഞാനൊരു ആരോപണം ഉന്നയിക്കണം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാരോപണം ഉന്നയിക്കും. അദ്ദേഹത്തിൻ്റെ മകൾക്ക് കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് അവിഹിതമായിട്ട് പൈസ കിട്ടി, ഒരു ജോലിയും ചെയ്യാതെയാണ് കുമാരി വീണ ഈ പൈസ സംഘടിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ പിണറായി വിജയൻ മിക്കവാറും അത് പുച്ഛിക്കും. അദ്ദേഹം അത് കേട്ടതായിട്ട് പോലും ഭാവിക്കില്ല. ഇനി വി ഡി സതീശൻ, രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി എല്ലാവരും കൂടി ആരോടും ആവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ പുള്ളി എങ്ങനെയായിരിക്കും? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്ത് കൈ പിടിച്ചിട്ടായിരിക്കും സത്യം ചെയ്യുക. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പിടിച്ച് ഞാൻ സത്യം ചെയ്തു, എൻ്റെ മകൾ അവിഹിതമായിട്ട് ഒരു പൈസ പോലും സമ്പാദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ചു. എൻ്റെ പൊന്നി ജലീൽ സാഹിബ്, നിങ്ങൾ മനുഷ്യരുടെ കോമൺ സെൻസിന് ഇങ്ങനെ ചോദ്യം ചെയ്യരുത്. ഇതൊക്കെ വലിയ കഷ്ടമാണ്. ഒന്നുമില്ലെങ്കിൽ MA പാസ്സായ ആളല്ലേ, ഡോക്ടറേറ്റുള്ള ആളല്ലേ, കുറേ കൊല്ലം ഒരു കോളേജിൽ പഠിപ്പിച്ചതല്ലേ. ഈ കോമൺ സെൻസ് എന്നൊക്കെ പറഞ്ഞത് കോഴിക്കോട്ട് വലിയങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലല്ലോ. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉടയി വരേണ്ട കാര്യമല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.